ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സോഫിയ പോളിന്റെ ബാനറിൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ കോസ്മിക് സാംസൺ എന്ന് പറയുന്ന സിനിമ. യുവതാര സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രം ഒരു സൂപ്പർ ഹീറോ ചിത്രം തോന്നിപ്പിക്കുന്ന ഒരു ടീസർ പുറത്തുവന്നിരിക്കുകയാണ്. ഇപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ടീസറിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യുവതാര സന്ദീപ് പ്രതിവിനെ കേന്ദ്ര കഥാപാത്രമാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോള്, ഡി ഗ്രൂപ്പ് ബാനറിൽ മാനുവൽ ക്രൂഡ് ഡാർവിൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമുള്ള കോസ്മിക് സാംസൺ എന്ന് പറയുന്ന സിനിമ ജോൺ ലൂത്തർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അഭിജിത്ത് ജോസഫ് രചനയും സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിലോട്ട് എത്താൻ പോകുമ്പോൾ ചിത്രത്തിന്റെ പുറത്തുനിന്ന് ടീസർ ഒരു സൂപ്പർ ഹീറോ കഥയാണോ ചിത്രം പറയുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആകാംക്ഷയും കൗതുകവും ഉണർത്തുന്ന ഒരു ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസറിനകത്ത് കാണാൻ സാധിക്കുന്നത് തികച്ചും ഫാന്റസി ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണെന്നാണ്. നമ്മുടെ സന്ദീപ് പ്രദീപിന്റെ ക്യാരക്ടറിനെ അച്ഛൻ ക്യാരക്ടറായിട്ടുള്ള മുകേഷ് കോള് വിളിക്കുന്നതിലൂടെയാണ് ടീസർ ആരംഭിക്കുന്നത്. തുടർന്ന് നീ ഇത്ര നേരമായിട്ടും വരാറായിട്ട് നീ ഉടൻ തന്നെ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞ് ഫോൺ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് താഴത്തോട്ട് ചാടുന്ന കോസ്മിക് സാംസണെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് താഴെ വന്നതിന് ശേഷം ഒരു കാറ് പൂർണ്ണമായിട്ട് നശിക്കുന്ന ദൃശ്യം കൂടെ കാണിക്കുമ്പോൾ ഇതൊരു സൂപ്പർ ഹീറോ ചിത്രം എന്ന് തോന്നിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ടീസറിന്. അതൊക്കെയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന 10ാമത്തെ ചിത്രം കൂടിയാണ് കോസ്മിക് സാംസൺ. മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു സൂപ്പർ ഹീറോ ചിത്രമായിട്ട് മാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചിത്രത്തിൽ സന്ദീപ് പ്രദീപിനോടൊപ്പം തന്നെ മുകേഷ്, മിയ ജോർജ്, അൽതാഫ് സലീം, അൽഫോൺസ് പുത്രൻ, അനുരാജ് ജോബി തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ ബ്ലാഡ് ഡ്രിബർഡ് വീണ്ടും മലയാളത്തിൽ എത്തുന്നു എന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. ചിത്രം മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളിലൂടെയായിട്ടാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. മിന്നൽ മുരളി പോലെ തന്നെ ഒരു സൂപ്പർ ഹീറോ ചിത്രമായിട്ട് മാറുമോ ചിത്രം എന്നറിയാൻ വേണ്ടിയൊക്കെ. അപ്പം നിങ്ങൾ എത്ര പേരാണ് കോസ്മിക് സാംസൺ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.